അപ്പോൾ ഇന്ന് നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമ്മൾ ആദ്യം നമുക്ക് കൺസീൽ ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ എൻ്റെ ഇപ്പം കണ്ണിൻ്റെ താഴെ അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ കുറച്ച് പിഗ്മെൻറ്റേഷൻ ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ ലൈറ്റായിട്ട് നമ്മളൊന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കും. അൺഈവൻ സ്കിൻ ടോൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്കിതൊന്ന് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ സ്പഞ്ച് ഉപയോഗിച്ചാണ് ഇതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടം പോലെ നമുക്കത് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കൈ ഉപയോഗിച്ചാണ് വശം അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫൗണ്ടേഷനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ലാക്മേയുടെ ഒരു പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് നമ്മളുടെ എല്ലായിടത്തും ഈവനായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ കൺസീൽ ചെയ്ത് കൊടുത്തെടുത്തും നമ്മൾ എല്ലായിടത്തും ഇത് ഈവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കറക്റ്റ് ഷെയ്ഡായിരിക്കണം ഫൗണ്ടേഷൻ. അപ്പോൾ അത് നമുക്ക് വളരെ നാച്ചുറൽ ആയിട്ടിരിക്കും. ഇനി ഇതിന് ശേഷം അടുത്തതായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിൻ്റാണ്. ഇതൊരു സ്വിസ് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ടിൻ്റാണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് ചിരിക്കണം. എന്നിട്ട് നമ്മുടെ ഈ ചീക്ക് ബോണിൻ്റെ അവിടെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കണ്ണാടിയെ നോക്കിയിട്ട് നമ്മൾ ചിരിക്കണം. ഇത് തന്നെയാണ് ഞാൻ ഐ ഷാഡോ ആയിട്ടും ഉപയോഗിക്കുന്നത്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ സ്ട്രോബെറി സിസിൽ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇപ്പം ഞാൻ ഏകദേശം ഒരു ഡണ്ണാണ്. ഇനിയിപ്പം കണ്ണെഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണെഴുതാം, ഐലൈനർ എഴുതാം, പിന്നെ ലിപ്സ്റ്റിക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഏകദേശം ഡണ്ണാണ്. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കിനായിട്ട് ഉപയോഗിക്കുന്നത് ലോറിയൽ പാരിസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് വന്നിട്ട് ഷെയ്ഡ് 150 ലേസി സൺഡേ എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇനി അടുത്തായിട്ട് ഞാൻ ഐബ്രോസ് ഇതൊരു ഡാർക്ക് ബ്രൗൺ കളറിലെ ഒരു ഐബ്രോ പെൻസിലാണ്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അതും കഴിഞ്ഞു. ഇനി അടുത്തത് കണ്ണെഴുതുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. നമുക്കൊരു സിമ്പിളായിട്ടൊന്ന് ഒരുങ്ങിയൊക്കെ ഇങ്ങനെയൊക്കെ പോകാം. പെട്ടെന്നൊരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ആരെയും കാണാൻ പോകണോ, ഒന്ന് പുറത്തിറങ്ങി പോകണോ, നമുക്ക് കുറച്ച് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്നൊന്ന് ഒരുങ്ങി പോകാൻ പറ്റും. നല്ല വൃത്തിയായിട്ടൊക്കെ ഒന്ന് ഒരുങ്ങി പോകാം. ജോലിക്ക് പോകുമ്പോഴും ഓഫീസ് പോകുന്നവർക്കും പഠിക്കാൻ പോകുന്നവർക്കൊക്കെ ഒന്ന് ഒരുങ്ങി പോകാൻ പറ്റുന്നൊരു ലുക്കാണിത്.